നമസ്കാരം. ഇന്ന് 2024 ജൂലൈ 10 ബുധൻ. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. അംഗീകാര നിറവിൽ ലിറ്റിൽ കൈറ്റ്സ്. വിവര സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യത വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനും സംസ്ഥാനത്ത് നിലവിൽ വന്ന ലിറ്റിൽ കൈറ്റ്സിന് യുനിസെഫിൽ നിന്ന് ലഭിച്ച അഭിനന്ദനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കിട്ടിയ വലിയ അംഗീകാരമായി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ 2018 ജനുവരി 22 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ലിറ്റിൽ കൈറ്റിന് കീഴിൽ 2174 ഹൈസ്കൂളുകളിലായി 1 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ അംഗങ്ങളായുള്ള IT ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികൾ അംഗങ്ങളായ രാജ്യത്തെ ഏറ്റവും വലിയ ഈ IT നെറ്റ്വർക്ക് ലോകത്തെ വികസ്വര ഇടത്തരം രാജ്യങ്ങൾക്കാകെ മാതൃകയാണെന്ന് യുനിസെഫിന്റെ ഇന്ത്യ വിഭാഗം നടത്തിയ പഠനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച IT അറ്റ് സ്കൂൾ പദ്ധതിയുടെ പരിഷ്കൃത രൂപമായ കൈറ്റിന്റെ വിവര സാങ്കേതിക വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ ഏറ്റവും പ്രധാനമായ ലിറ്റിൽ കൈറ്റ് അനിമേഷൻ, സൈബർ സേഫ്റ്റി, മലയാളം കമ്പ്യൂട്ടിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രോണിക്സ് മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മികച്ച പരിശീലനം, നൈപുണ്യ വികസനത്തിന്റെ നൂതന മാതൃകയായാണ് യുനിസെഫ് പഠനം വിലയിരുത്തുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ പരിശീലിക്കുന്നവർ എന്ന നിലയിൽ നിന്ന് റോബോട്ടിക്സിലും നിർമ്മിത ബുദ്ധിയിലും ഡിസൈനർമാരായി വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ ലിറ്റിൽ കൈറ്റ്സിന് കഴിഞ്ഞിട്ടുണ്ട്. കുത്തകകളുടെ ആധിപത്യവും കഴുത്തറപ്പൻ മത്സരവും നടക്കുന്ന സോഫ്റ്റ്വെയർ ബിസിനസ് രംഗത്ത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പ്രസക്തിയും പ്രയോജനവും ലിറ്റിൽ കൈറ്റ്സ് തെളിയിച്ചതായി യുനിസെഫ് റിപ്പോർട്ടിലുണ്ട്. കുത്തക സോഫ്റ്റ്വെയറുകളെ മാറ്റി നിർത്തി സൗജന്യവും സ്വതന്ത്രവുമായവ ഉപയോഗിച്ച് കൈറ്റ് നടത്തിയ വിജയത്തിന് സാങ്കേതികവും സാമ്പത്തികവും സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ മാനങ്ങളുണ്ട്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗം വഴി കേരളം 3000 കോടി രൂപ ലാഭിച്ചതും അതിൽ പ്രചോദിതരായി ഹിറ്റ്ലൻഡ് കൈറ്റ്സിന്റെ മാതൃക പിന്തുടരാൻ തീരുമാനിച്ചതും പഠന റിപ്പോർട്ട് പ്രത്യേകം പറയുന്നു. വിദ്യാർത്ഥികളിൽ സർഗാത്മകതയും പ്രശ്നപരിഹാര ചാതുര്യവും വളർത്തി വൈജ്ഞാനിക സമൂഹത്തിലേക്കും വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്കുമുള്ള വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് ഗണിത ശാസ്ത്ര മേഖലകളിൽ പെൺകുട്ടികളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി ലിംഗവിവേചനം ഒഴിവാക്കുന്നതിനും ലിറ്റിൽ കൈറ്റ്സിന്റെ സംഭാവന വിലപ്പെട്ടതാണ്. ലിറ്റിൽ കൈറ്റ്സിൽ ആകൃഷ്ടരായ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നേടിയ സംഭവങ്ങൾ യുനിസെഫ് എടുത്തു കാണിക്കുന്നു. എല്ലാ ഹൈസ്കൂളുകളിലേക്കും ഹയർ സെക്കൻഡറികളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് വ്യക്തമാകുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂൾ പഠനം സർക്കാർ സ്കൂളുകളിൽ ഉറപ്പാക്കി പൊതുവിദ്യാഭ്യാസത്തെ തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിവേഗം ലക്ഷ്യത്തോടെ അടുക്കുകയാണ്. പുതിയ രൂപവും ഭാവവും നിലവാരവും ആർജിച്ച സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾ ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണത്തിന് കാരണമായ സ്വകാര്യ മേഖലയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് സംസ്ഥാനം മോചനം നേടുന്നു. ഈ വഴിയിലെ പ്രചോദനവും പ്രോത്സാഹനവുമാണ് യുനിസെഫിൽ നിന്ന് ലിറ്റിൽ കൈറ്റ്സിന് ലഭിച്ച അംഗീകാരം. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.